അമൃത, ഇവിടെ ഒരു ത്രികോണ മത്സരം ഉണ്ടായിട്ടുണ്ടെന്ന് ചോദിക്കാം. പക്ഷെ ത്രികോണ മത്സരം എന്ന് വെച്ചാൽ 3-ൽ ആര് വിജയിക്കുമെന്ന ആശയക്കുഴപ്പം, അങ്ങനെ ഒരു വലിയ ആശയക്കുഴപ്പം അവസാനത്തെ മൊമെന്റിൽ ഇവിടെ രൂപപ്പെട്ടുവെന്ന് നമുക്ക് തീർത്തു പറയാൻ കഴിയില്ല. പക്ഷേ മൂന്നാമത്തെ സ്ഥാനാർത്ഥി എന്ന് വിളിക്കപ്പെടുന്ന PV അൻവർ ഒരു പ്രധാനപ്പെട്ട ഘടകമായി മാറിയിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നിന്നാണ് ഒരുപക്ഷെ പറയാൻ കഴിയുക. അൻവറിന്റെ വിജയസാധ്യതയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്ന് ചോദിച്ചാൽ അൻവർ ക്യാമ്പിലുള്ള ആളുകൾ പോലും ആ നിലക്കുള്ള അഭിപ്രായം പങ്കുവെക്കുന്നില്ല. പക്ഷേ ഇത് LDFന്റെയും UDFന്റെയും ഒരു മത്സരമാണ്. ആ മത്സരത്തിൽ ആര് വിജയിക്കാൻ പോകുന്നു എന്ന് തീരുമാനിക്കുന്നതിൽ അൻവർ ഒരു സുപ്രധാന ഘടകമായി മാറാൻ പോകുന്നു എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അതുകൊണ്ട് അൻവർ വിജയിക്കുമോ, UDF വിജയിക്കുമോ, LDF വിജയിക്കുമോ എന്നുള്ള ഒരു ആശയക്കുഴപ്പത്തിന് നടുവിലല്ല ഇപ്പോൾ നിലമ്പൂരുള്ളത്. നമ്മൾ കാണുന്നത് ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്ന ഒരു കേന്ദ്രം, അവിടെയാണ് ഇപ്പോൾ കൊട്ടിക്കലാശം. അവരുടെ പ്രവർത്തകർ വലിയ ആവേശത്തോടെ വന്നിരിക്കുന്നതാണ് കാണുന്നത്. M സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ വോട്ട് ചെയ്യാൻ കിട്ടിയ അസുലഭാവസരം, ആ അവസരത്തെ അങ്ങേയറ്റത്തെ ആവേശമാക്കി മാറ്റുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ. അതാണ് നിലമ്പൂരിൽ നിന്ന് നമ്മൾ കാണുന്നത്. ഓരോരുത്തർക്കും ഓരോ സ്ഥലമാണ് അനുവദിച്ചിരിക്കുന്നത്. UDFന്റെയും വലിയ ആവേശത്തിലുള്ള കൊട്ടിക്കലാശത്തിലേക്കാണ് പോകുന്നത്. അൻവർ പക്ഷേ കൊട്ടിക്കലാശ പരിപാടി ഇത്തവണ സംഘടിപ്പിച്ചിട്ടില്ല. പകരം വീടുകൾ കയറിയും മനുഷ്യരെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന അദ്ദേഹം പറയാണ്. എന്തായാലും വലിയ ആവേശം നമുക്ക് അവസാനത്തെ മൊമെന്റിൽ കാണാൻ കഴിയും. ഇത് വിട്ടുകൊടുക്കുന്നില്ല ഞങ്ങൾ. അൻവർ അപ്പുറത്ത് പോയി ഞങ്ങൾക്കെതിരെ മത്സരിക്കുന്നു, UDF അടക്കം സർവ്വസജ്ജമായി മത്സരിക്കുന്നു എന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കളി വിട്ടിട്ടില്ല എന്നാണ് ഇവിടെ നിന്ന് LDFന്റെ ക്യാമ്പിന്റെ ആവേശം കാണുമ്പോൾ തോന്നുന്ന ഒരു കാര്യം. UDFും മികച്ച ആത്മവിശ്വാസത്തോടെ സമീപിക്കുന്നു. നമ്മളിപ്പോൾ കാണുന്നത് വലിയ ആവേശത്തോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരുടെ കൊട്ടിക്കലാശത്തിലെ പ്രകടനവും അങ്ങേറ്റം പവർഫുള്ളായിട്ടുള്ള വലിയ ആവേശഭരിതമായിട്ടുള്ള കൊട്ടിക്കലാശമാണ് LDF പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഞാൻ നിൽക്കുന്നത് ഇവിടെയാണ്. UDFന്റെ കൊട്ടിക്കലാശവും ഇന്നേക്ക് വർണ്ണാഭമാണെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നു. എന്തായാലും പ്രവചനാതീതമായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോയി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇരുപക്ഷത്തിനും അവരുടേതായ ആത്മവിശ്വാസവും അതിൻ്റെതായ കാരണങ്ങളും അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്.